വാസ്തുവിദ്യയുടെ 6-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. വാസ്തുവിന്റെ അളവുകളാണ് നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത്. വാസ്തുശാസ്ത്രപരമായ കോലളവ് ഏതാണ്? 8 പരമാണു കൂടുന്നതാണ് ഒരു ത്രസരേണു. 8 ത്രസരേണു കൂടുന്നത് ഒരു രോമാഗ്രം. 8 രോമാഗ്രം കൂടുന്നത് ഒരു ലിക്ഷ. അങ്ങനെ 8 ലിക്ഷ കൂടുന്നത് ഒരു യൂകം. 8 യൂകം കൂടുന്നത് ഒരു യവം. 8 യവം ഒരു മാത്രാങ്കുലം. 8 മാത്രാങ്കുലം ഒരു വിതസ്തി. 2 വിതസ്തിയാണ് ഒരു കോൽ. ഇതാണ് വാസ്തുശാസ്ത്രത്തിന്റെ ആധികാരികമായ കോലളവ്. ഭവന നിർമ്മാണത്തിൽ വീട്, മുറ്റം എന്നിവയുടെ അളവ് ഈ പ്രകാരത്തിലാണോ വേണ്ടത്? നിർമ്മാണത്തിൽ വീട്, മുറ്റം എന്നിവയുടെ അളവ് കോൺ പ്രമാണമായിട്ടാണ് വേണമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. എന്നാൽ ചുറ്റളവ് 3 കോലിൽ നിന്ന് കുറവായാൽ അങ്കുല പ്രമാണപ്രകാരവും 3 അങ്കുലത്തിൽ കൂടുതലാണെങ്കിൽ യവപ്രകാരവും അളവായി സ്വീകരിക്കേണ്ടതാണ്. പ്രകീർണം എന്നാൽ എന്താണ്? 31 അങ്കുലങ്ങൾ ചേർന്ന കോലാണ് പ്രകീർണം എന്ന് പറയുന്നത്. കിഷ്കളവിന്റെ അടിസ്ഥാനം എന്താണ്? 24 മാത്രാങ്കുലം ചേർന്നുള്ള ഒരു കോലിയനെയാണ് കിഷ്ക് എന്ന് പറയുന്നത്. വീട്, മുറ്റം എന്നിവയുടെ അളവെടുക്കേണ്ടത് ഈ കോലുകൊണ്ടാണ്. ഓരോ സ്ലാങ്ങിൽ കിഷക്ക് എന്നും പറയുന്നുണ്ട്. പ്രജാപത്യ അളവ് എന്താണ്? 25 മാത്രാങ്കുലം നീളമുള്ള കോലിനെയാണ് പ്രാജാപത്യം എന്ന് പറയുന്നത്. ക്ഷേത്രം, വിമാനം എന്നിവയുടെ അളവ് നിശ്ചയിക്കാൻ പ്രജാപത്യ കോലാണ് വിധിച്ചിട്ടുള്ളത്. വൈപുല്യം എന്ന അളവ് എത്രയാണ്? 30 അങ്കുലങ്ങൾ ചേർന്ന കോലാണ് വൈപുല്യം എന്ന അളവ്. ധനുമൂർഷി കോലളവ് എന്താണ്? 26 മാത്രാങ്കുലമുള്ള കോലാണ് ധനുമുഷ്ടിക്കോൽ. ഇത് വീടുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ധനുർഗൃഹം കോലളവ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഗ്രാമം, പുരം, വീതി, അഗ്രഹാരം, കുളം, ചിറ, ഉദ്യാനം എന്നിവയുടെ അളവിനെയാണ് ധനുർഗൃഹ കോൽ എന്ന് പറയുന്നത്. 27 മാത്രാങ്കുലമാണുള്ള കോലാണിത്. പ്രാപ്യൻ എത്ര അങ്കുലമാണ്? 28 അങ്കുലങ്ങൾ വരുന്ന കോലാണ് പ്രാപ്യൻ. വൈദേഹത്തിൽ എത്ര അങ്കുലമുണ്ട്? 29 അങ്കുലങ്ങൾ ചേർന്നുള്ള കോലാണ് വൈദേഹം. വാസ്തുവിദ്യയിൽ യോനി എന്നാൽ എന്താണ്? ഗൃഹനിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന വാസ്തുശാസ്ത്രപരമായ അളവാണ് യോനി എന്ന് പറയുന്നത്. വാസ്തുശാസ്ത്ര യോനികൾ എത്ര വിധമുണ്ട്? ഏതെല്ലാം? വാസ്തുശാസ്ത്രപരമായ യോനികൾ 8 വിധമുണ്ട്. അവ ധ്വജയോനി, ധൂമയോനി, സിംഹയോനി, ശ്വയോനി, വൃഷഭയോനി, ഖരയോനി, ശംഖയോനി, വാസവയോനി എന്നിങ്ങനെയാണ്. എപ്രകാരമാണ് യോനി കണക്കാക്കുന്നത്? ഭവനത്തിന്റെ ദീർഘവും വിസ്താരവും കൂടി ഇരട്ടിച്ചാൽ ചുറ്റളവ് കിട്ടും. ഈ ചുറ്റളവിനെ 3 കൊണ്ട് ഗുണിച്ച് 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്നതാണ് യോനി സംഖ്യ. ശിഷ്ടം 1 ആണെങ്കിൽ ധ്വജയോനി, 3 ആയാൽ സിംഹയോനി, 5 വന്നാൽ വൃഷഭയോനി, 7 ഗജയോനി. ഇപ്രകാരമാണ് യോനി കണക്കാക്കുന്നത്. ദ്വാജയോനിയുടെ പ്രാധാന്യം എന്താണ്? 8 യോനികളിലും വെച്ച് പ്രധാനപ്പെട്ടതാണ് ധ്വജയോനി. ഇതിന്റെ അതിദേവത വ്യാഴമാണ്. വാഹനങ്ങൾ, കുളം, കിണറ്, പാത്രങ്ങൾ എന്നിവയ്ക്ക് ധ്വജയോനിയാണ് ഉപയോഗിക്കുന്നത്. പൊതുവെ സത്വഗുണമുള്ള ഈ യോനി സകല അഭീഷ്ടങ്ങളും സാധൂരിക്കുന്നതാണ്. എല്ലാവിധ തറകൾക്കും ധ്വജയോനിയെ സ്വീകരിക്കുവാൻ പാടുള്ളൂ. ചാതുർവർണ്ണത്തിൽ ബ്രഹ്മണ സ്ഥാനമാണ് ധ്വജയോനിക്ക്. പടിഞ്ഞാറ് ദർശനമുള്ള ഗ്രഹത്തിന് ധ്വജയോനി നല്ലതാണ്. ഗജയോനിയുടെ പ്രത്യേകത എന്ത്? ചുറ്റളവിനെ 3 കൊണ്ട് ഗുണിച്ച് 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 7 വന്നാൽ ഗജയോനി. വടക്കിനിയുടെ നിർമ്മാണത്തിനാണ് ഗജയോനി നിർദ്ദേശിച്ചിരിക്കുന്നത്. കട്ടിൽ മുതലായ ശയോന പ്രചാരങ്ങൾക്ക് ഈ യോനിയാണ് ഉപയോഗിക്കുന്നത്. വൈശ്യജാതിയിൽപ്പെട്ട തമോ ഗുണമുള്ള ഈ യോനിയുടെ അതിദേവത ബുധനാണ്. വൃഷഭയോനിയുടെ പ്രത്യേകത എന്ത്? ചുറ്റളവിനെ 3 കൊണ്ട് ഗുണിച്ച് 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്നതെങ്കിൽ വൃഷഭയോനി. 10 മറപുര എന്നിവയ്ക്ക് ഈ യോനിയാണ് പ്രയോഗിക്കുക. തത്വഗുണമുള്ള ഈ യോനിയുടെ ദേവത ശനിയാണ്, ശൂദ്രജമാണ്. സിംഹയോനി എന്താണ്? തെക്കിനിയാണ് സിംഹയോനി എന്ന് വിധിച്ചിട്ടുള്ളത്. എന്നാൽ പടിഞ്ഞാറ്റിനി, വടക്കിനി എന്നിവയ്ക്കും ഉപയോഗിച്ചു വരുന്നു. സിംഹാസനം, ആവണപ്പലക, മറ്റിരിപ്പിടങ്ങൾ എന്നിവയ്ക്കെല്ലാം സിംഹയോനി തന്നെ ഉപയോഗിക്കണമെന്നാണ് ശാസ്ത്രവിധി. ചുറ്റളവിനെ 3 കൊണ്ട് ഗുണിച്ച് 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടസംഖ്യ 3 വരുന്നതാണ് സിംഹയോനി. ചാതുർവർണ്ണത്തിൽ ഇത് ക്ഷത്രിയജമാണ്. അതിദേവ ചൊവ്വയാണ്. തമോ ഗുണപ്രധാനമാണ് സിംഹയോനി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പാടില്ലാത്ത യോനി ഏതെല്ലാം? ധൂമയോനി, അശ്വയോനി, ഖരയോനി, പായസയോനി എന്നിവ ശാസ്ത്രപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ ഉപയോഗിച്ചുകൂടാ. വാസവയോനി ഉപയോഗിച്ചാൽ മൂലദോഷമായിരിക്കും ഫലം. ധൂമയോനിക്ക് ഭയവും, അശ്വയോനിക്ക് കലഹവും, ഖരയോനിക്ക് മനസ്സുഖക്കുറവും ആയിരിക്കും ദോഷഫലം.
ഏതളവിലാണ് വാതിലുകൾ പണിയേണ്ടത്? വാതിലുകൾ പണിയേണ്ടത് അങ്കുലം കൊണ്ടും യവം കൊണ്ടും അളന്നു വേണം. പടിപ്പുരയ്ക്ക് മുറ്റത്ത് നിന്നുള്ള അകലം 4 കോൺ ദണ്ഡം വേണം അളക്കേണ്ടത്. ആഭരണങ്ങൾക്ക് ഏതളവാണ് ഉപയോഗിക്കേണ്ടത്? ആഭരണങ്ങളെ യവം കൊണ്ടാണ് അളക്കേണ്ടത്. ആയുധമാണെങ്കിൽ അത് ആർക്കാണോ അയാളുടെ മോതിര വിരലിന്റെ വ്യാസം 2 കൂട്ടിയതാണ് അളവ്. ഒരു യാഗശാലയുടെ അളവ് എത്രയാണ്? ഒരു യാഗശാലയുടെ അളവ് നിശ്ചയിക്കുവാൻ യജമാനന്റെ കാലടി കൊണ്ടും യാഗപാത്രങ്ങളെ യജമാനന്റെ മുഷ്ടി കൊണ്ടും അളക്കണമെന്നാണ് വിധി. ചാതുർവർണ്ണ ഭവനങ്ങൾക്കുള്ള പോലളവ് ഏതെല്ലാം? ബ്രാഹ്മണ ഗ്രഹത്തിന്റെ അളവിന് ധനുർഗ്രഹമെന്ന് പ്രകീർണമെന്ന് സ്കോലുകൾ ഉപയോഗിക്കാം. ക്ഷത്രിയർക്ക് വിധിച്ചിട്ടുള്ളത് ധനുർമുഷ്ടി, വൈപുല്യം എന്നീ അളവുകോലുകളാണ്. വൈദേഹമാണ് വൈശ്യഗ്രഹങ്ങളുടെ അളവ്. പ്രാചവ്യവും കിഷ്കുമാണ് ശൂദ്രക്കുള്ള അളവ്. കോലളവ് ചാതുർവർണ്ണയത്തിൽ ആർക്കെല്ലാം മാറ്റി ഉപയോഗിക്കാം? ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികൾക്ക് അളവുകോൽ ബ്രാഹ്മണഗ്രഹം അളക്കുവാൻ ഉപയോഗിക്കുന്നവയാണ്. വൈശ്യ ശൂദ്രാദികളുടെ കോല് ക്ഷത്രിയർക്കും വൈശ്യർക്ക് ശൂദ്രരുടെ കോലും ഉപയോഗപ്രദമാണ്. ശൂദ്രർക്ക് പ്രാപ്യം, കിഷ്ക് എന്നീ 2 കോലുകൾ മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യാദികളുടെ കോലളവുകൾ ശൂദ്രർക്ക് ഉപയോഗിക്കുവാൻ പാടില്ല. എന്നാൽ ബ്രാഹ്മണർക്ക് വിധിച്ചിട്ടുള്ള ധനുർഗ്രഹം, പ്രകീർണം എന്നിവ മറ്റു വർണ്ണങ്ങൾ ഉപയോഗിക്കുവാനും പാടില്ല. ഭവനത്തിന്റെ ദീർഘവിസ്താരം എങ്ങനെ കണക്കാക്കാം? ഭവനത്തിന്റെ ചുറ്റളവിൽ നിന്നാണ് ദീർഘവിസ്താരം നിശ്ചയിക്കേണ്ടത്. ചുറ്റളവിനെ 3 കൊണ്ട് ഗുണിച്ച് അതിന്റെ യോനിസംഖ്യ കുറിച്ച് 8 കൊണ്ട് ഹരിച്ചാൽ ഗ്രഹത്തിന്റെ ദീർഘം ലഭിക്കുന്നതാണ്. ചുറ്റളവിന്റെ പകുതിയിൽ നിന്ന് ദീർഘത്തെ കുറിച്ചാൽ വിസ്താരവും കിട്ടും. ദീർഘവിസ്താരത്തെ എത്രയായി തിരിച്ചിട്ടുണ്ട്? ദീർഘവിസ്താരങ്ങളെ 4 ആയി തിരിച്ചിട്ടുണ്ട്. സമതായിതകം, പാദാധികം, അർത്ഥാധികം, പാദോനം. സമതാധിക ദീർഘവിസ്താരം കാണുന്നത് എങ്ങനെ? ചുറ്റളവിനെ 4 ആയി ഭാഗിച്ച് ഓരോ ഭാഗം കൊണ്ട് ദീർഘവിസ്താരം നിശ്ചയിക്കുന്നതിനെ സമതായികം എന്ന് പറയുന്നു. ഇതിൽ ദീർഘവും വിസ്താരതവും തുല്യവുമായിരിക്കും. ചുറ്റളവിന്റെ പകുതിയെ 12, 16, 20, 24, 28, 32 ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഭാഗിച്ച് 4 ഭാഗം കൊണ്ട് വിസ്താരവും ശേഷം കൊണ്ട് ദീർഘവും നിശ്ചയിക്കുന്നതും സമതായികമാണ്. പാദാധിക ദീർഘവിസ്താരം കാണുന്നത് എങ്ങനെ? പാദാധിക ദീർഘവിസ്താര അളവ് ഗ്രഹനിർമ്മാണത്തിന് നല്ലതാണ്. ചുറ്റളവിന്റെ പകുതിയെ 9 കൊണ്ട് ഹരിച്ച് 4 ഭാഗം കൊണ്ട് വിസ്താരവും 5 കൊണ്ട് ദീർഘവും നിശ്ചയിക്കുന്നത് പാദാധികമാണ്. ചുറ്റളവിന്റെ പകുതിയെ 13, 17, 21, 25, 23, 33, 29 ഇതിൽ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഭാഗിച്ച് വിസ്തരവും ശേഷം ഭാഗം കൊണ്ട് ദീർഘവും കണ്ടാൽ പാദാധിക്യമാവും. പാദോന ദീർഘവിസ്താരം ശുഭകരണമാണ്. ചുറ്റളവിന്റെ പകുതിയെ 11 കൊണ്ട് ഹരിച്ച് 4 ഭാഗം കൊണ്ട് വിസ്താരവും ബാക്കി 7 ഭാഗം കൊണ്ട് ദീർഘവും നിശ്ചയിക്കുന്നതാണ് പാദോനം. ഇതൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാറില്ല. പാദോനം ഉപയോഗിച്ചാൽ സർവനാശമാണ് ഫലം. അർത്ഥാധിക്യം ഗ്രഹനിർമ്മാണത്തിന് യോജിച്ചതാണ്. ഇത് ഗ്രഹനിർമ്മാണത്തിന് യോജിച്ചതല്ല. ചുറ്റളവിനെ പകുതിയാക്കി 10 കൊണ്ട് ഭാഗിച്ച് 4 കൊണ്ട് വിസ്താരവും 6 ഭാഗം കൊണ്ട് ദീർഘവും നിശ്ചയിക്കുന്നതാണ് അർത്ഥാധിക്യം. ഒടുവിൽ വാസ്തുവിനെ എത്ര ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു എന്ന് നോക്കിയാൽ വാസ്തുവിനെ 4 ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു. അവ ദേവഖണ്ഡം, അസുരഖണ്ഡം, യവഖണ്ഡം, മനുഷ്യഖണ്ഡം എന്നിവയാണ്. ഇതിന് വേറൊരു പേരുകളുമുണ്ട്. അത് മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. തുടരും.